നടൻ വിജയുടെ ബിഗ് ബജറ്റ് ചിത്രം ജനനായകൻ എന്ന ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കേഷൻ കേസിൽ സർട്ടിഫിക്കറ്റ് നൽകാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവ്. സർട്ടിഫിക്കറ്റ് വേഗത്തിൽ നൽകണമെന്ന് സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകി. ഇത്തരം കേസുകൾ തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കുമെന്ന് ജസ്റ്റിസ് പി.ടി. ആശ വ്യക്തമാക്കി. എന്നാൽ UA സർട്ടിഫിക്കറ്റ് നൽകാനുള്ള വിധിക്കെതിരെ സെൻസർ ബോർഡ് അപ്പീൽ നൽകും. അപ്പീൽ നൽകാൻ ചീഫ് ജസ്റ്റിസിന്റെ അനുമതി. അപ്പീൽ നൽകിയാൽ ജനനായകൻ റിലീസ് ഇനിയും വൈകും. സെൻസർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട നിയമ തടസ്സങ്ങളെ തുടർന്ന് ചിത്രത്തിന്റെ റിലീസ് അനിശ്ചിതത്വത്തിലായതോടെ നിർമ്മാതാക്കൾക്ക് 50 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്നത് തടഞ്ഞ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ തീരുമാനത്തിനെതിരെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹർജിയിൽ വിധി പറയുന്നത് കോടതി ജനുവരി 9 മാറ്റിയതാണ് റിലീസ് വൈകാൻ കാരണമായത്. ഇന്ത്യയിൽ നിന്ന് മാത്രം ഏകദേശം 10.58 കോടി രൂപ അഡ്വാൻസ് ബുക്കിംഗിലൂടെ സമാഹരിച്ചപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് 32 കോടി രൂപയുടെ നേട്ടമുണ്ടാക്കി. എന്നാൽ അവസാന നിമിഷം പ്രദർശനം റദ്ദാക്കേണ്ടി വന്നതോടെ നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും ഏകദേശം 50 കോടി രൂപയുടെ കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. റിലീസ് അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിൽ വിവിധ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളും തിയേറ്റർ ഉടമകളും ആരാധകർക്ക് തുക തിരിച്ചു നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള പ്രണാമം.